ഹലോ, അസ്സലാമു അലൈക്കും. അയാൻ എൻ്റെ റിന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പൊരിച്ച പത്തിരിയാട്ടം ഉണ്ടാക്കാൻ പോണത്. അതിനിതാ ഒരു 1.5 കപ്പ് അരിപ്പൊടി, ഒരു 1/2 കപ്പ് തേങ്ങ, ഒരു 12 ചുവന്നുള്ളി, ഒരു സ്പൂൺ ജീരകം. ഇനിയിപ്പോൾ നമുക്കൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. തേങ്ങ ഇട്ട് ഉള്ളി ഇട്ട് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഇട്ടെടുത്ത് നമുക്ക് ഒന്ന് അരച്ചെടുക്കട്ടെ നല്ലോണം. അജു നല്ലോണം ഒന്ന് അരച്ചെടുക്കട്ടെ നമുക്ക്. എല്ലാം പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ നമുക്കൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്നര കപ്പ് പൊടി, അതിൽ 1.5 കപ്പ് വെള്ളം കേട്ടോ. 1.5 കപ്പ് വെള്ളം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് ലേശം ഓയിൽ നമ്മളതിൽ ഇട്ടിച്ചിട്ടുണ്ട്, വെള്ളത്തിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ലേശം ഓയിലും നമ്മൾ അരപ്പ് അതിലിട്ടെടുക്കാം. അപ്പം നമ്മൾ അരപ്പ് അതിലിട്ടെടുത്ത് നമുക്ക് ആ ജാറിലുള്ളതൊക്കെ ഒന്ന് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് എടുക്കാം കേട്ടോ. നമ്മളെ ജാറിലുള്ള ഒക്കെ നമുക്ക് ഇങ്ങോട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒക്കെ ഒന്ന് വെച്ചതിലേക്ക് ഇടാം കേട്ടോ. എടുത്ത് നമ്മൾ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് പൊടി ഇട്ടെടുക്കുക. അരിപ്പൊടി ലേശിച്ച് നമുക്ക് ഇട്ടെടുക്കുക. കട്ട കുത്താതെ വേണം നമ്മൾ ഇട്ടെടുക്കാൻ. കട്ടായിപ്പോയി വേവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ചട്ട് ഇളക്കി എടുക്കണം. ഇനി ഒന്ന് അടച്ച് വെക്കാം. ലേശം നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ലേശം ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഇട്ടൊന്ന് ഇളക്കി. അത് വെള്ളത്തിലായിരുന്നു ഇടേണ്ടത്, അപ്പം അത് മറന്നുപോയി. അപ്പോൾ അത് പൊടിയിലിട്ട് ചൂടോടായതുകൊണ്ട് അത് ഉരുകിപ്പോരും. അത് പൊടിയിലിട്ട് നമുക്ക് കുറച്ച് മൈദ അതിലിട്ടൊക്കെ ഒരു 1/2 കപ്പ് മൈദ ഉണ്ട്. അത് കുറച്ച് ഈ ചൈലിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കട്ടോ. അങ്ങനെ ഇടാം. പൊടി ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇടാം. അതിന് വാട്ടിയതിൻ്റെ ശേഷമാണ് ഇടുന്നതെന്നുള്ളൂ. ഇട്ടിട്ട് എല്ലായിടത്തൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. പൊടി അതിലൊന്ന് ഇളക്കി ആ ചൂട് തന്നെ ഇട്ടാൽ അതിൽ കഴിക്കോളും. നല്ലോണം അതിൽ നമുക്ക് തട്ടിലേക്ക് ചെരിഞ്ഞ് പൊടി നല്ല ചൂടാണ്. ഒന്ന് ചൂടായാലും നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. എന്നാലും കൈ വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ് ഞാൻ. ആ ചൂട് പോയാൽ കുഴച്ചാൽ നന്നാവില്ല. അപ്പോൾ ആ ഒരു ചൂടിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. നമുക്ക് ഇടയ്ക്ക് വെള്ളം തൊട്ടിട്ട് അങ്ങനെ കുഴച്ചെടുക്കാം.
നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല സോഫ്റ്റായിട്ട് കഴിച്ച് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുണ്ട്. നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് സ്റ്റവ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് ഒന്ന് ഓയിൽ തിളച്ച് വന്നോട്ടെ കേട്ടോ. ഓയിലൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അത് തിളച്ച് വരുമ്പോൾ നമുക്കൊരു പണിയുണ്ട്. നമുക്ക് ആ പത്തിരിയൊക്കെ ഒന്ന് പരത്തിയെടുക്കണമല്ലോ. അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ നമുക്ക് പത്തിരിയൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. ചെറിയൊരു ഇത് വെച്ചിട്ട് നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടപ്പോ അല്ലെങ്കിൽ ചെറിയൊരു കറിപ്പാത്രമാണ് കേട്ടോ. അപ്പോൾ അതെടുത്ത് ഞാനൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് അത്ര വട്ടം മതി. അതൊക്കെ എടുത്തൊന്ന് മുറിച്ച് വെച്ച് അടുത്തത് നമുക്ക് അതേമാതിരി ഒന്ന് പരത്തിയെടുക്കാം. അത് മുറിച്ച് മുറിച്ചെടുത്ത് നമുക്ക് പത്തിരി പൊരിച്ചെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ തിളച്ച് പത്തിരി പൊരിച്ചെടുക്കുക. ഓരോന്നായിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുക. കുറച്ച് നേരത്തെ ഒരു വേവ് ഉണ്ടാവും പത്തിരിക്ക്. നല്ല കട്ടിയുള്ളതുകൊണ്ട് ഉള്ളിൽ നിന്ന് നല്ലൊന്ന് വെന്ത് മുരിഞ്ഞ് വരാനുണ്ടാവും. നല്ലോണം വെന്തോട്ടെ. അപ്പോൾ നമ്മൾ പത്തിരി വെന്ത് നമ്മൾ കോരിയെടുക്കുകയാണ്. നമ്മൾ പത്തിരി ഇവിടെ റെഡിയായി. പൊരിച്ച പത്തിരി ഇവിടെ റെഡിയായി കേട്ടോ.